Okay, good morning. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ we were dealing about module 3. Module 3 എന്ന് പറഞ്ഞാൽ എന്താ environmental pollution നെ കുറിച്ചുള്ള ഒരു module ആണ് അല്ലേ. അതിൽ we were the last classൽ എന്താണ് we were discussing about air pollution അല്ലേ. Air pollution, the sources of air pollution, the effects of air pollution and finally the control measures of air pollution. അത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. Okay, now we are going to discuss about എന്താണ് നെക്സ്റ്റ് പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, സോ വാട്ടർ പൊല്യൂഷന് ഇതുപോലെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ദ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ദ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ദ കൺട്രോൾ മെഷേഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വാട്ടർ പൊല്യൂഷനിലും പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വാട്ടർ പൊല്യൂഷൻ. വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? എന്താണ് നമ്മുടെ ചുറ്റുമുള്ള വാട്ടർ ബോഡീസ് ദേ ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ് ഡ്യൂ ടു സം കണ്ടാമിനൻസ് അല്ലേ. എന്തെങ്കിലും കണ്ടാമിനൻസ് വന്നിട്ട് നമ്മുടെ ചുറ്റുമുള്ള വാട്ടർ ബോഡീസിലുള്ള വാട്ടർ ദേ ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. ഓക്കെ, സോ അതെന്താ യൂസ്ലെസ് ആവും. ഓക്കെ, നമ്മൾ എന്തിനാ ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്. സോ അത് കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ ഇറ്റ് വിൽ ബിക്കം യൂസ്ലെസ്. ഓക്കെ, വാട്ടർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് അല്ലേ. ദ മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും? ഹൗസ് ഹോൾഡ്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് റീക്രിയേഷണൽ പർപ്പസസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ വാട്ടർ ദാറ്റ് ഈസ് ഡിസ്ചാർജ്ഡ് ആഫ്റ്റർ യൂസ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം വാട്ടർ ഡിസ്ചാർജ് ചെയ്യും എങ്ങോട്ട്? ഈസ് പൊല്യൂട്ടഡ് വിത്ത് സോളുബിൾ, ഇൻസോളുബിൾ, ടോക്സിക് ആൻഡ് ഇനോക്വസ് മാറ്റേഴ്സ് ആസ് വെൽ ആസ് പാത്തജൻസ്. എന്താണ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടറിൽ എന്തൊക്കെ ഉണ്ടാവും? സോളുബിൾ ആൻഡ് ഇൻസോളുബിൾ ടോക്സിക് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. സോ എന്താണ് എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ നടക്കുന്നത്? ദ വാട്ടർ ദാറ്റ് ഈസ് ഡിസ്ചാർജ്ഡ് ആഫ്റ്റർ അവർ യൂസ്. നമ്മുടെ യൂസിന് ശേഷം നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് വാട്ടർ. ആ ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടർ ഇറ്റ് വിൽ കണ്ടെയ്ൻ എന്തൊക്കെ ഉണ്ടാവും? സോളിബിൾ, ഇൻസോളിബിൾ, ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് എന്ത് വാട്ടർ ബോഡീസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. ഓക്കെ, സോ നമുക്ക് ബൈ ഡെഫിനിഷൻ എങ്ങനെ പറയാം? വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? അപ്പോൾ കറക്റ്റ് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എനി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ചേഞ്ച് ടു വാട്ടർ ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ഇറ്റ്സ് യൂസ് ബൈ ലിവിങ് തിങ്സ്. എന്താണ്? എന്തെങ്കിലും ഫിസിക്കലോ കെമിക്കലോ ബയോളജിക്കലോ ആയ ചേഞ്ച് വാട്ടറിന് സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് എന്താ? ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ഇറ്റ്സ് യൂസ്. നമ്മൾ ലിവിങ് തിങ്സ് ആണ് ആ വാട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെ അത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, ചേഞ്ച് വരും, അത് നമ്മളെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുകയും കൂടെ ചെയ്യാണ്. ഒരു മോശമായ എഫക്റ്റ് ആണ് അവിടെ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ബൈ ഡെഫിനിഷൻ നമുക്ക് അങ്ങനെ പറയാം. ഈ ഫിസിക്കൽ ചേഞ്ച് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഓക്സിജന്റെ കണ്ടന്റോ അതിൻ്റെയൊക്കെ ചേഞ്ച് ആണ് ഫിസിക്കൽ ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഹെവി മെറ്റൽസ് ലൈക്ക് മെർക്കുറി, ആഴ്സനിക് ഒക്കെ പോലുള്ള ഹെവി മെറ്റൽസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെയാണ് കെമിക്കൽ ചേഞ്ച്. ഇനി ബയോളജിക്കൽ ചേഞ്ച് എന്താ? ഡിസീസസ് അല്ലെങ്കിൽ ഡിസീസ് കോസിങ് പാത്തജൻസ്, എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ, അതായത് ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസോ, പിന്നെ സീവേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെയുള്ള എന്താണ് ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂം വേസ്റ്റിനൊക്കെയാണ് സീവേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സീവേജ് വേസ്റ്റ് അതിലൊക്കെ എന്താണ് മൈക്രോ പാത്തജൻസ് ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെയാണ് എന്ത് ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ചേഞ്ച് വരികയാണ് വാട്ടറിന്, സോ ദാറ്റ് ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ഇറ്റ്സ് യൂസ് ബൈ ലിവിങ് തിങ്സ്. സോ അങ്ങനെ നമുക്ക് എന്ത് വാട്ടർ പൊല്യൂഷനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന്റെ കോസ് എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പ്രൊഡ്യൂസ് ലിക്വിഡ് എഫ്ലുവൻസ് വിച്ച് ആർ ദ പ്രൈം കോസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്താണ് മെയിൻ കോസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, നമ്മുടെ ആക്ടിവിറ്റീസ് തന്നെയാണ്. ഓക്കെ, ദ ഫോളോയിങ് കോസസ് പ്രോഗ്രസീവ് ഡിറ്ററിയോറേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് വാട്ടർ. വാട്ടറിന്റെ ക്വാളിറ്റിയിൽ റിഡക്ഷൻ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്താണ്? റാപ്പിഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ്, ഇന്റൻസീവ് അഗ്രികൾച്ചർ, അതുപോലെ ഗ്രോയിങ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ അർബണൈസേഷൻ. അപ്പോൾ ഇതൊക്കെ വന്നതുകൊണ്ടാണ് എന്താണ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ വിൽ ഗെറ്റിംഗ് റിഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് വാട്ടർ കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പോപ്പുലേഷൻ കൂടുന്നതും, ഇന്റൻസീവ് ആയിട്ടുള്ള അഗ്രികൾച്ചറും, ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതൽ വരുന്നത്, അതുപോലെ അർബണൈസേഷൻ, റൂറൽ ഏരിയാസ് ഒക്കെ അർബണൈസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. സോ അതൊക്കെയാണ് എന്ത് വാട്ടർ ക്വാളിറ്റി റിഡക്ഷൻ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഓക്കെ,
നോക്കാം എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂട്ടൻസ്. വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ് വാട്ടർ പൊല്യൂട്ടൻസ്. നമുക്ക് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പൊല്യൂട്ടൻസ് ഉണ്ട്. ഓക്കെ, ബയോളജിക്കൽ പൊല്യൂട്ടൻസ് എന്നുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത്? പാത്തജൻസ് സച്ച് ആസ് വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ ആൻഡ് വേംസ് തുടങ്ങിയ അങ്ങനെയുള്ള പാത്തജൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ പൊല്യൂട്ടൻസ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് കെമിക്കൽ പൊല്യൂട്ടൻസ്? കെമിക്കൽ പൊല്യൂട്ടൻസ് വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ത്രീ. ഓക്കെ, മൂന്നായിട്ട് നമുക്ക് കെമിക്കൽ പൊല്യൂട്ടൻസിനെ ഡിവൈഡ് ചെയ്യാം. ഇനോർഗാനിക് പൊല്യൂട്ടൻസ്, ഓർഗാനിക് പൊല്യൂട്ടൻസ് ആസ് വെൽ ആസ് ഹെവി മെറ്റൽസ്. ഓക്കെ, എന്താണ് ഇനോർഗാനിക് പൊല്യൂട്ടൻസ്? നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, ക്ലോറൈഡ് ആൻഡ് ഫ്ലൂറൈഡ് ഒക്കെ പോലുള്ള സബ്സ്റ്റൻസസ് ആണ് ഇനോർഗാനിക് പൊല്യൂട്ടൻസ്. ആൻഡ് വാട്ട് ഈസ് ഓർഗാനിക് പൊല്യൂട്ടൻസ്? പെസ്റ്റിസൈഡ്സ്, ഡൈസ്, ക്ലോറോ കോമ്പൗണ്ട്സ്, ഫീനോൾസ് അങ്ങനെയുള്ളതൊക്കെയാണ് എന്ത് ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. ഇനി ഹെവി മെറ്റൽസ് എന്താണ്? സോളുബിൾ ഹെവി മെറ്റൽ സച്ചാസ് എന്തൊക്കെയാണ്? മെർക്കുറി, ലെഡ്, കാഡ്മിയം, കോപ്പർ, സിങ്ക് അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെയാണ് ഹെവി മെറ്റൽ. സോ നമുക്ക് കെമിക്കൽ ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ മൂന്നായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. ഓർഗാനിക്, ഇനോർഗാനിക് ആസ് വെൽ ആസ് ഹെവി മെറ്റൽസ്. ഇനി വാട്ട് ഈസ് ഫിസിക്കൽ പൊല്യൂട്ടൻസ്? എന്തൊക്കെയാണ് ഫിസിക്കൽ പൊല്യൂട്ടന്റ്? വേസ്റ്റ് ഹീറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ്. ഇൻഡസ്ട്രിയൽ പ്ലാന്റ് എന്ന് വരുന്ന വേസ്റ്റ് ഹീറ്റ്. എന്താണ് വേസ്റ്റ് ഹീറ്റ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമല്ലോ ട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താന്ന് പറയാം. വേസ്റ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ കൂളന്റ് ആയിട്ടൊക്കെ വാട്ടർ യൂസ് ചെയ്യും. അങ്ങനെ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ആ കൂളന്റ് ആയിട്ടുള്ള യൂസിന് ശേഷം ആ വാട്ടർ എന്തായിരിക്കും? ഹോട്ട് വാട്ടർ ആയി മാറും. ആ വാട്ടറാണ് നമ്മൾ പിന്നെ എന്താണ് വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ അതിനെയാണ് ആ വേസ്റ്റ് ഹീറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫിസിക്കൽ ആയിട്ട് പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് ഹീറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന്റെ സോഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് നാച്ചുറലി പറയുകയാണെങ്കിൽ നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ മൈൻസ് എന്നൊക്കെയുള്ള കെമിക്കൽസ്, അതുപോലെ റോക്ക് എന്നൊക്കെയുള്ള മിനറൽ ഓറുകൾ, പിന്നെ അറ്റ്മോസ്ഫിയറിൽ ഉള്ള ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ്, ഇതൊക്കെയാണ് നമ്മൾ എന്താണ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള വാട്ടർ പൊല്യൂഷന്റെ സോഴ്സുകൾ. ഓക്കെ, പക്ഷെ നമുക്ക് മാൻമെയ്ഡ് സോഴ്സസ് കുറേ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ the sources arising due to human activities അത് നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡൊമസ്റ്റിക് എഫ്ലുവൻസ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആൻഡ് സർഫസ് റൺ ഓഫ് ആൻഡ് ഫൈനലി വേസ്റ്റ് ഹീറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്ന സോഴ്സസ് ആട്ടോ ഈ നാലെണ്ണം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സോഴ്സ് നമ്മൾ പറഞ്ഞു, അറ്റ്മോസ്ഫിയറിലുള്ള ടോക്സിക് ഗ്യാസസ്, അതുപോലെ മൈൻസിലൊക്കെ ഉള്ള മൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെയുള്ള കെമിക്കൽസ്, അതുപോലെ റോക്കിലുള്ള മിനറൽ ഓർ, ഇതൊക്കെ വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് വെള്ളത്തിനെ പൊല്യൂട്ട് ചെയ്യുന്ന നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസ് ആണ്. ഇനി ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡൊമസ്റ്റിക് എഫ്ലുവൻസ്. എന്താണ് ഡൊമസ്റ്റിക് എഫ്ലുവൻസ്? നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ എന്താണ് ഡൊമസ്റ്റിക്. നമ്മുടെ ഹൗസ് ഹോൾഡിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് വാട്ടർ. ഓക്കെ, അതാണ് ഡൊമസ്റ്റിക് എഫ്ലുവൻസ്. നമ്മുടെ ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ കിച്ചണിൽ നിന്ന്, ബാത്റൂമിൽ നിന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ എന്നുള്ളതാണ് ഡൊമസ്റ്റിക് എഫ്ലുവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലിക്വിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഡെയിലി ഇൻ കിച്ചണിലുള്ളത്, ബാത്റൂം and toilet are discharged directly or through canal, river or any other water body generally without any treatment. അല്ലെ, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെയുള്ള കിച്ചൺ വേസ്റ്റ്, കിച്ചൺ ഇപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളം, ഓക്കെ, അതുപോലെ ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ്, അതുപോലെ ഫ്രം ടോയ്ലറ്റ്, ഇതൊക്കെ നമ്മൾ എന്താ വിത്തൗട്ട് ട്രീറ്റ്മെന്റ് റിവറിലേക്കോ അല്ലെങ്കിൽ എനി അതർ വാട്ടർ ബോഡിയിലേക്ക് വിത്തൗട്ട് ട്രീറ്റ്മെന്റ് നടത്താതെ ഡയറക്റ്റ് ഡിസ്ചാർജ് ചെയ്യാണ്. സോ that is the reason for എന്താ polluting water. Most of our rivers, including the Holy Ganga, are polluted at stretches on account of indiscriminate discharge of liquid effluents. ഇതുപോലുള്ള ലിക്വിഡ് എഫ്ലുവൻസ് വന്നിട്ടാണ് കൂടുതൽ നമ്മുടെ രാജ്യത്തുള്ള റിവറും പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് സീവേജ് കളക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഇൻ അവർ കൺട്രി ആർ ഇൻഎഡിക്വേറ്റ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഈ സീവേജ് കളക്ട് ചെയ്ത് അത് ട്രീറ്റ് ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റീസ് കുറവാണ് എന്നുള്ളതാണ്. സീവേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ, അതായത് നമ്മുടെ ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റിനെയാണ് സീവേജ് വേസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് കളക്ട് ചെയ്യാനും അത് ട്രീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് നമ്മുടെ രാജ്യത്ത് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഈവൻ ഇൻ ഫസ്റ്റ് ക്ലാസ് സിറ്റീസ് only about 60% of the population has access to sewage system. Okay,
Therefore, raw sewage and other effluents are discharged into rivers, lakes, estuaries and seas. അതുകൊണ്ട് എന്താണ് raw ആയിട്ടുള്ള സീവേജ്, അതായത് വിത്തൗട്ട് ട്രീറ്റ്മെന്റ് നടത്താത്ത സീവേജ് ആണ് ഡയറക്റ്റ് എന്തായിട്ട് മാറുന്നത്, എഫ്ലുവൻസ് ആയിട്ട് റിവറിലേക്കും അല്ലെങ്കിൽ എസ്റ്റുറീസിലേക്ക്, ലേക്സിലേക്ക്, അതുപോലെയുള്ള വാട്ടർ ബോഡികളിലേക്ക് ഡയറക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ദേ ആർ ദ മെയിൻ കോസ് ഓഫ് എന്താണ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, സോ ഡൊമസ്റ്റിക് എഫ്ലുവൻസ്. Second one, industrial effluents. Industrial effluents എന്ന് പറഞ്ഞാൽ എന്താ? The liquid effluent from industries, അല്ലേ? Most industrial operations produce effluents that are discharged into nearby river or any other water body. എന്താണ്? ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ അതെന്താ ചെയ്യുന്നത്? അവർ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും വാട്ടർ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? The industrial effluents contain heavy metals such as mercury, cadmium, lead, copper and arsenic. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിൽ എന്തൊക്കെ ഉണ്ടാവും? കൂടുതലായിട്ടും കെമിക്കൽസ് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ്. നമ്മുടെ ഡൊമസ്റ്റിക് എഫ്ലുവൻസ് പറഞ്ഞപ്പോൾ എന്താ, അതിൽ ഓർഗാനിക് വേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, അതല്ലാതെ ഈ കെമിക്കൽ വേസ്റ്റുകൾ കുറവായിരിക്കും. പക്ഷെ ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും എന്താ, ഹെവി മെറ്റൽസ് ആയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക, അല്ലേ? മെർക്കുറി കോമ്പൗണ്ട്സ് ആർ യൂസ്ഡ് ഇൻ ഫീൽഡ് ടു കൺട്രോൾ സീഡ് ബോൺ ആൻഡ് സോയിൽ ബോൺ ഡിസീസസ് ഓഫ് പ്ലാന്റ്സ്. എന്താണ്, ഈ പ്ലാന്റുകളുടെയൊക്കെ സീഡ് ബോൺ ആൻഡ് സോയിൽ ബോൺ ഡിസീസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെർക്കുറിയുടെ ചില കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അതായത് അഗ്രികൾച്ചറൽ ഫീൽഡിൽ. സോ അതൊക്കെ എന്ത് ചെയ്യും, ഈ റെയിൻ വാട്ടർ വരുമ്പോൾ നേരെ റൺ ഓഫ് ആയിട്ട് റിവറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ കെമിക്കൽസ് റിവറിൽ എത്തിയിട്ട് ദേ ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. These get washed with rain and become a source of water pollution. അല്ലെ, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെർക്കുറി കോമ്പൗണ്ട്സും ഒക്കെ വാഷ്ഡ് ഔട്ട് വിത്ത് റെയിൻ, റെയിനിൻ്റെ കൂടെ അത് വാഷ് ഔട്ട് ആയിട്ട് നേരെ ഇറ്റ് ഈസ് ഡിസ്ചാർജ് ഇൻ ടു എന്താണ് വാട്ടർ, അല്ല സോറി റിവറിലേക്ക് ഡിസ്ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതും എന്താണ്, സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ്. പിന്നെ അതർ കെമിക്കൽ പൊല്യൂട്ടൻസ് ആർ പോളിക്ലോറിനേറ്റഡ് ബൈഫീനൈൽസ്, ഫീനോൾസ്, ഡൈസ്, പെയിന്റ്, വാർണിഷ് ആൻഡ് പ്ലാസ്റ്റിക്. ഈ പെയിന്റും വാർണിഷും പ്ലാസ്റ്റിക്കും ഒക്കെ എന്താ, ഒരു തരത്തിലുള്ള കെമിക്കൽ പൊല്യൂട്ടൻസ് ആണ്. ഇത് നമ്മളെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഇത് വാട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, അത് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. ഓക്കെ, സം ഓഫ് ദീസ് കെമിക്കൽസ് ആർ കാർസിനോജൻസ്. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻസർ കോസിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. സോ ഈ കെമിക്കൽസിൽ ചിലതൊക്കെ എന്താണ്, ക്യാൻസർ വരെ കോസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസസ് ആണ്. സോ ഇതൊക്കെ വാട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ the water will get polluted. Okay. Industrial effluents are the most hazardous pollutants on land and water. എന്താണ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആണ് ഇതിൽ ഏറ്റവും ഹസാർഡസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ്, അല്ലേ? നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് എഫ്ലുവൻസ് പറഞ്ഞു, അതിലങ്ങനെ കെമിക്കൽ ഒന്നും ഉണ്ടാവില്ല, ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസും ഹെവി മെറ്റൽസും കാർസിനോജൻസും അങ്ങനെയുള്ള കെമിക്കൽസ് ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. സോ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആർ ദ മോസ്റ്റ് ഹസാർഡസ് പൊല്യൂട്ടൻസ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞ സർഫസ് റൺ ഓഫ്, അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, സോഴ്സസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ആണ്. ഓക്കെ, സോയിൽ പൊല്യൂഷന്റെ സോഴ്സുകൾ, അതിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമുള്ള സോഴ്സുകളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഒന്ന് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, സോറി ഫസ്റ്റ് വൺ ഡൊമസ്റ്റിക് എഫ്ലുവൻസ് നമ്മൾ പറഞ്ഞു, പിന്നെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് പറഞ്ഞു, തേർഡ് വൺ ആണ് എന്ത്, സർഫസ് റൺ ഓഫ്. സർഫസ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് എന്താണ്, റൺ ഓഫ്. നമ്മളിപ്പോ ജനറലി ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, മഴ പെയ്തു കഴിഞ്ഞാൽ എന്താണ്, വെള്ളം ഒഴുകി, കുറച്ച് വെള്ളം എന്ത് ചെയ്യും, പെനിട്രേറ്റ് ചെയ്ത് സോയിലിന്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് താഴെ ഗ്രൗണ്ട് വാട്ടറിൽ എത്തും. ബാക്കി വെള്ളം എന്ത് ചെയ്യും, ഇങ്ങനെ ഒഴുകി പോയിട്ട് എന്താ, വല്ല വാട്ടർ ബോഡീസിൽ, റിവറിലോ അങ്ങനെയൊക്കെ എത്തും. ഓക്കെ, ആ ഒരു പ്രോസസ്സിന് അങ്ങനെ ഒഴുകിപ്പോയി ആ റിവറിൽ എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താന്ന് മനസ്സിലായല്ലോ? ഇനി എന്താന്ന് നമുക്ക് നോക്കാം. The surface runoff from cultivated land where inorganic fertilizers, pesticides, insecticides and rich manure are applied and solid waste disposal from urban and industrial site bring heavy loads of pollutants into natural water bodies. Okay, ഈ surface runoff എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്? അതെന്ത് ചെയ്യുന്നു, ഈ അഗ്രികൾച്ചറൽ ലാൻഡ്സിലൊക്കെ മഴ വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്ത ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ എന്താ മണ്ണിൽ കിടക്കുന്നുണ്ടാവും. സോ ദ റെയിൻ വാട്ടർ വിൽ എന്താണ്, മിക്സ് വിത്ത് ദാറ്റ് ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഫൈനലി എന്ത് ചെയ്യും, റൺ ഓഫ് ആയിട്ട് ഇറ്റ് വിൽ ബി ഡിസ്ചാർജ് ഇൻ ടു വാട്ടർ, സോറി റിവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. സോ എന്താണ്, ആ പെസ്റ്റിസൈഡിലും ഫെർട്ടിലൈസേഴ്സിലും ഒക്കെ ഉണ്ടായിരുന്ന കെമിക്കൽസ് നേരെ പോയി റിവറിൽ എത്തും. ഓക്കെ, അങ്ങനെയാണ് എന്ത്, സർഫസ് റൺ ഓഫ് വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നു. ഓക്കെ, പെസ്റ്റിസൈഡ്സ് such as DDT യുടെ ഫുൾ ഫോം ഡൈക്ലോറോ ഡൈഫീനൽ ടെട്രാക്ലോറോ ഈഥൈൻ. അപ്പോൾ DDT പോലുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ എന്താ, ക്രോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്, ശരിക്കും ഒരു കെമിക്കലാണ്. ആ കെമിക്കൽസ് ഈ സർഫസ് റൺ ഓഫ് വഴി ഡയറക്റ്റ് ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദ വാട്ടർ ബോഡീസ്. ഇന്ത്യ alone use approximately
10 lakh അല്ലേ? ഓക്കെ, 10 lakh tons of pesticides annually. എന്താണ് ഇന്ത്യയിൽ ഇത്രയും പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ ആണ് കേട്ടോ, അതൊന്നും ഇങ്ങനെ പഠിക്കണ്ട. അക്കോർഡിംഗ് ടു ആൻ എസ്റ്റിമേറ്റ് 25 to 50% of pesticide reach target site when applied by aircraft. ഓക്കെ, അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് നമ്മളിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ എയറോപ്ലെയിനിലൊക്കെ പെസ്റ്റിസൈഡ്സ് തളിക്കുന്നത് അല്ലെ? ഈ കീടനാശിനികളൊക്കെ എയറോപ്ലെയിനിൽ വന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ തളിക്കുന്നുണ്ടാവില്ലേ? നിങ്ങൾ മറ്റേ എൻഡോസൾഫാൻ ദുരന്തമൊക്കെ കേട്ടിട്ടില്ലേ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ? അതൊക്കെ എന്താ ഉണ്ടായത്? ഇതുപോലെയുള്ള പെസ്റ്റിസൈഡ്സ് അവർ തളിച്ചപ്പോൾ എന്ത് ചെയ്തു? അതൊക്കെ ഹ്യൂമണിനെ എഫക്ട് ചെയ്തതാണ് അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? ഈ എയർക്രാഫ്റ്റ് വഴി നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറൌണ്ട് 25 to 50% മാത്രമാണ് എന്ത് ആ ടാർജറ്റിൽ എത്തുന്നത്. നമ്മുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റുകളിൽ എത്തുന്നത് അല്ലെ? ബാക്കി റിമൈനിങ് 25 to 50% ഉണ്ട്, അത് എവിടെയാണ് എത്തുന്നത്? അത് ഇതുപോലെ എന്താണ് ഒന്നില്ലെങ്കിൽ സർഫസ് റൺ ഓഫ് വഴി റിവറുകളിൽ എത്തും, അല്ലെങ്കിൽ എന്താണ് വിൻഡ് വഴി ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്തും അല്ലെ? ദ റിമൈനിങ് സ്പ്രെഡ്സ് ഇൻ ദ എയറിൽ സ്പ്രെഡ് ആവാണ് ബാക്കി. ആൻഡ് കണ്ടാമിനേറ്റ്സ് ഫാർ ഓഫ് ഏരിയാസ്. ദൂരെയുള്ള ഏരിയാസ് ഒക്കെ കണ്ടാമിനേറ്റ് ആവും. നമ്മൾ എന്താ ഡയറക്റ്റ് എയറോക്രാഫ്റ്റിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് എന്ത് ചെയ്യാണ്? പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യാണ്. പക്ഷെ 50% മാത്രമാണ് അത് ടാർജറ്റിൽ എത്തുന്നത്. ബാക്കി 50% എയറിൽ സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, about 24% of pesticide used on land ultimately drift into sea water. എന്താണ് 25% നമ്മൾ ലാൻഡിൽ യൂസ് ചെയ്തത് ഡയറക്റ്റ്ലി എന്താണ് സീ വാട്ടറിൽ എത്താണ്. അതൊക്കെ ഈ സർഫസ് റൺ ഓഫ് വഴിയാണ്. ഓക്കെ, സോ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സും അതുപോലെ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ കെമിക്കൽസ് ആണ്. അത് നമ്മൾ പ്ലാന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി എന്താണ്? നമ്മളെയാണ് എഫക്ട് ചെയ്യുന്നത്. അത് ത്രൂ വാട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ത്രൂ എയർ ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മളെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് സർഫസ് റൺ ഓഫ് വഴി എന്താണ് വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യുമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വേസ്റ്റ് ഹീറ്റ് ഞാൻ പറഞ്ഞു. എന്താണ്? വാട്ടർ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ വാട്ടർ നമ്മൾ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂളന്റ്. ഓക്കെ, അപ്പൊ കൂളന്റ് ആയിട്ട് നമ്മൾ ആ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്താ? ആ വാട്ടർ വിൽ ഗെറ്റ് ഹോട്ട് അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് മാറും. അങ്ങനെ ആ ഹോട്ട് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. സോ അത് വാട്ടറിനെ പൊല്യൂട്ട് ആക്കുന്നു. അതാണ് അതിന്റെ ബേസിക് കാര്യം എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. So, water is used as a coolant in thermal power plants, refineries and various other industries. Thermal power plantകളിലും റിഫൈനറികളിലും ഒക്കെയാണ് നമ്മൾ വാട്ടർ ഒരു കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, the waste heat in the form of hot water is discharged into the nearby river, lake or sea, which serves as receiving water body. ഓക്കെ, എന്താണ്? അങ്ങനെ നമ്മൾ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം വരുന്ന വാട്ടർ, അതായത് വേസ്റ്റ് ഹീറ്റ്, അതായത് ഹോട്ട് വാട്ടർ. ഓക്കെ, അത് എന്ത് ചെയ്യുന്നു? നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള സീയിലേക്കോ ലേക്കിലേക്കോ റിവറിലേക്കോ ഒക്കെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ലൊക്കേറ്റഡ് ഇൻ കോട്ട ഡ്രോസ് കൂൾ വാട്ടർ ഫ്രം ചാമ്പൽ റിവർ ആൻഡ് ഡിസ്ചാർജസ് ഹോട്ട് വാട്ടർ ഇൻ ഇറ്റ്. എന്താണ്? കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അത് അതിനടുത്തുള്ള റിവറാണ് ചമ്പൽ റിവർ. ആ ചമ്പൽ റിവറിൽ നിന്ന് കൂൾ വാട്ടർ അത് എടുക്കും കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഹോട്ട് വാട്ടർ അതിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, the heated effluents from power plants are discharged at 8 to 100 degrees Celsius higher than coolant intake water. എന്താണ്? ആ കൂളന്റ് ആയിട്ടുള്ള വാട്ടറിനേക്കാളും 8 to 100 degree Celsius കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള വാട്ടർ ആണ് തിരിച്ച് നമ്മൾ അതിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, the nuclear power station located near the sea coast release 50% of their heat into the coastal marine water. എന്താണ്? സീന്റെ ഒക്കെ കോസ്റ്റിൽ ആ ഒരു സ്ഥലത്തൊക്കെ അതിന്റെയൊക്കെ തീരത്തുള്ള ഇൻഡസ്ട്രീസ് അവരെന്ത് ചെയ്യുന്നു? അവർ അറൌണ്ട് 50% ഓഫ് ഹോട്ട് വാട്ടറും ഈ സീയിലേക്ക് അല്ലെങ്കിൽ മറൈൻ വാട്ടറിലേക്കാണ് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഹീറ്റ് ഇൻ ടു എ വാട്ടർ ബോഡി ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. എന്താണ്? അങ്ങനെ ഒരു ഹോട്ട് വാട്ടർ നമ്മൾ വാട്ടർ ബോഡിക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ്? ഇറ്റ് വിൽ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ ബോഡി, അഡ്വേഴ്സ്ലി എഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ആൻഡ് ദ അക്വാറ്റിക് കമ്മ്യൂണിറ്റി ഇൻ ജനറൽ. എന്ത് ചെയ്യും? എന്നിട്ട് അതിലുള്ള ആ വാട്ടർ ബോഡീസിലുള്ള എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ വേസ്റ്റ് ഹീറ്റ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് വേസ്റ്റ് ഹീറ്റ് വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. നമ്മളിപ്പോ എന്താണ് വാട്ടർ പൊല്യൂഷന്റെ സോഴ്സസ് എന്താണെന്നുള്ളത് കണ്ടു. നൗ വി ആർ ഗോയിങ് ഫോർ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, വാട്ടർ പൊല്യൂഷന്റെ എഫക്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് 3 രീതിയിൽ പറയാം. ദ എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻ വാട്ടർ ബോഡീസിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അതുപോലെ അക്വാറ്റിക് ഓർഗാനിസംസിൽ എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നത്,
ആൻഡ് ഫൈനലി ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ ഫസ്റ്റ് എഫക്ട് ഓൺ വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിൽ എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷന്റെ എഫക്റ്റ് വരുന്നത്? അത് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസോൾഡ് ഓക്സിജന്റെ ടേംസിലും VOD, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഈ രണ്ട് ടേംസിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എന്താണ് ഡിസോൾഡ് ഓക്സിജൻ? വാട്ട് ഈസ് ഡിസോൾഡ് ഓക്സിജൻ? As the name indicate, the oxygen that is dissolved in water. Okay, വാട്ടർ ബോഡീസിലുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജന്റെ എമൗണ്ട് ആണ് ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഈ ഡിസോൾഡ് ഓക്സിജൻ? അക്വാറ്റിക് ആയിട്ടുള്ള അവിടെയുള്ള പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ എന്താ റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസോൾഡ് ഓക്സിജൻ ഉള്ളത്, അല്ലേ? സോ മോസ്റ്റ് അക്വാറ്റിക് ഓർഗാനിസം റെസ്പയർ വിത്ത് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. The amount of oxygen gas dissolved in a given quantity of water at a particular temperature and atmospheric pressure is referred to as DO and generally expressed as parts per million. Okay, definition മനസ്സിലായല്ലോ. The amount of oxygen dissolved in water. ഒരു particular quantity of waterൽ എത്ര oxygen dissolve ആയിട്ടുണ്ട്, okay, at a particular temperature and atmospheric pressure. Okay, it is referred to as dissolved oxygen അല്ലെങ്കിൽ DO. അത് നമ്മൾ ppm, parts per million എന്നുള്ള ടേംസിലാണ് പറയുന്നത്. ഓക്കെ, ഈ DO in natural water is influenced by, ഈ DO എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. The degree of aeration, the photosynthetic activity in the water column, അതുപോലെ കൺസംഷൻ ഓഫ് ഡിസോൾഡ് ഓക്സിജൻ ബൈ പ്ലാന്റ്, അക്വാറ്റിക് ഓർഗാനിസം ആൻഡ് ഡികമ്പോസേഴ്സ്, ദ ആംബിയൻ ടെമ്പറേച്ചർ. എന്തിനൊക്കെയാണ് ഡിസോൾഡ് ഓക്സിജൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ. അതുപോലെ പ്ലാന്റും ആനിമൽസും ഡികമ്പോസേഴ്സും ഒക്കെ എത്രത്തോളം ഡിസോൾഡ് ഓക്സിജൻ കൺസ്യൂം ചെയ്തു എന്നുള്ളതിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി, അപ്പൊ അതിനൊക്കെ ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഡിസോൾഡ് ഓക്സിജൻ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, അല്ലെ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് എന്ത് ഈ ഡിസോൾഡ് ഓക്സിജൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. The discharge of sewage in large quantities results in a drop in DO because decomposer organisms use up a lot of dissolved oxygen in decomposing organic matter. എന്താണ് നമ്മളിപ്പോൾ ഡിസ്ചാർജ് ഓഫ് സീവേജ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, അതായത് നമ്മൾ എന്താണ് സീവേജ് വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയുള്ള ഡിസോൾഡ് ഓക്സിജൻ കുറയും. ആ വാട്ടർ ബോഡീസിലുള്ള ഡിസോൾഡ് ഓക്സിജൻ കുറയും. എങ്ങനെ? ബിക്കോസ് ഡികമ്പോസർ ഓർഗാനിസംസ്, ആ വാട്ടർ ബോഡീസിലുള്ള ഡികമ്പോസേഴ്സ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ആ സീവേജിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓക്സിജൻ യൂസ് ചെയ്യും. ഓക്കെ, അവിടെയുള്ള ഡിസോൾഡ് ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് ഈ സീവേജിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ഡികമ്പോസേഴ്സ് ഡികമ്പോസ് ചെയ്യുന്നത്. സോ എന്താണ്? ഡിസോൾഡ് ഓക്സിജൻ എമൗണ്ട് കുറഞ്ഞു വരും. ഓക്കെ, ദ വാട്ടർ കണ്ടെയ്നിങ് DO ബിലോ 8 ppm ഈസ് കൺസിഡർഡ് ആസ് പൊല്യൂട്ടഡ്. ഡിസോൾഡ് ഓക്സിജൻ 8 ppm കുറവുള്ള വാട്ടറിനെ നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ട് പറയും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ അല്ലേ? എന്താണ് ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് വാട്ടർ ബോഡീസിൽ കുറവാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഡിസോൾഡ് ഓക്സിജൻ കുറവാണ്, അതുകൊണ്ട് എന്താ ആ വാട്ടർ പൊല്യൂട്ടഡ് ആണ്. ഡിസോൾഡ് ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് അത് പൊല്യൂട്ടഡ് ആണ്, അല്ലെ? ഡിസോൾഡ് ഓക്സിജൻ കുറയാൻ എന്താണ് കാരണം? നമ്മൾ ഈ സീവേജ് വേസ്റ്റ് ഒക്കെ വരുമ്പോൾ അതിലുള്ള ഓർഗാനിക് മാറ്ററിനെയൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഓൾറെഡി ഉള്ള ഡിസോൾഡ് ഓക്സിജൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞത്, അല്ലെ? അപ്പൊ ഡിസോൾഡ് ഓക്സിജൻ കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാട്ടർ പൊല്യൂട്ടഡ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BODയുടെ ടേംസിലും വാട്ടർ പൊല്യൂഷനെ നമുക്ക് പറയാം. എങ്ങനെയാണ്? എന്താണ് BOD? നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചെറിയ ക്ലാസ്സിലല്ല, ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ ഉണ്ട്, അല്ലേ? ബയോളജിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, BOD ഒക്കെ എന്താണെന്ന് പഠിക്കാണ്ട്, BOD COD ഒക്കെ പഠിക്കാണ്ട്, അല്ലേ? സോ എന്താണ് BOD? BOD എന്ന് പറഞ്ഞാൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, ആ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്സിജൻ ഡിമാൻഡ്. ഓക്സിജൻ എത്രത്തോളം വേണം, ഓക്സിജന്റെ ഡിമാൻഡ് ആണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? BOD is the amount of oxygen required by the microorganisms to break down the organic material present in a given water sample. ഓക്കെ, ഒരു വാട്ടർ സാമ്പിൾ എടുത്തു, ആ സാമ്പിളിലുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് എത്ര ഓക്സിജൻ വേണം, അതാണ് BOD എന്നുള്ള ടേമിന് അർത്ഥം. ഓക്കെ, അത് അറ്റ് സർട്ടൺ ടെമ്പറേച്ചർ ആൻഡ് സ്പെസിഫിക് ടൈം പീരിയഡ് ആണ് നമ്മൾ പറയുക. ഒരു 5 days 27 degree സെൽഷ്യസിൽ എത്രയെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ, സോ BOD is the amount of oxygen required by the microorganisms to break down
ദ ഓർഗാനിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ എ ഗിവൺ വാട്ടർ. ഗിവൺ വാട്ടറിലുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് എത്ര ഓക്സിജൻ വേണം എന്നുള്ളതാണ് BOD എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പാർട്സ് പെർ മില്യണിലാണ് പറയുന്നത്, PPM. നമ്മൾ DOയും എന്താണ് PPM പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, BOD കൂടുതലാണ്. നമ്മൾ DOന്റെ കേസിൽ എന്താ, DO കൂടുതലാണെന്ന് പറഞ്ഞാൽ ഡിസോൾഡ് ഓക്സിജൻ എമൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ, വാട്ടറിൽ പൊല്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ DO കുറവാണെന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ ഗെറ്റ് എന്താണ് പൊല്യൂട്ടഡ് ആണ്. പൊല്യൂഷൻ ഉള്ള വാട്ടറിനെയാണ് DO കുറവ് വരുന്നത് അല്ലെ. പക്ഷെ BOD എങ്ങനെയായിരിക്കും, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണ്, BOD കൂടുതലാണ്, ഓക്സിജന്റെ ഡിമാൻഡ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടല്ലേ അതിന്റെ ഡിമാൻഡ് കൂടിയത്. ഓക്സിജൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് BOD കൂടുതലായത്. അല്ലെങ്കിൽ BODയുടെ ഡെഫിനിഷൻ വെച്ച് പറയുകയാണെങ്കിൽ BOD കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ, അതിലുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കുറേ ഓക്സിജൻ ആവശ്യമാണ്. കുറേ ഓക്സിജൻ ആവശ്യമാണെന്ന് പറഞ്ഞാൽ എന്താ, ആ വാട്ടറിൽ പൊല്യൂഷൻ ഉണ്ട് അല്ലെ. വാട്ടറിൽ പൊല്യൂഷൻ ഉള്ളത് കൊണ്ടാണ് എന്ത് കുറേ ഓക്സിജനും കൂടെ ആവശ്യമായിട്ട് വന്നത് അല്ലെ. അപ്പൊ ഹൈ വാല്യൂ ഓഫ് BOD ഇൻഡിക്കേറ്റ് ദ ഹൈ ആക്ടിവിറ്റി ഓഫ് എയറോബിക് ഡികമ്പോസേഴ്സ് വിച്ച് ഇൻ ടേൺ മീൻസ് മോർ ഓർഗാനിക് വേസ്റ്റ് ഓർ സീവേജ് ഇൻ വാട്ടർ അല്ലെ. കുറേ ഓർഗാനിക് വേസ്റ്റ് അല്ലെങ്കിൽ സീവേജ് വാട്ടറിലുണ്ട്, അതുകൊണ്ടല്ലേ കുറേ ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ BODയുടെ എമൗണ്ട് കൂടുതലാന്ന് പറഞ്ഞാൽ എന്താണ്, അതിലുള്ള ഓർഗാനിക് മെറ്റീരിയൽ അല്ലെങ്കിൽ സീവേജിന്റെ എമൗണ്ട് കൂടുതലാണ്, അതായത് വാട്ടർ പൊല്യൂട്ടഡ് ആണ് അല്ലെ. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ DO കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ പൊല്യൂട്ടഡ് ആണ്. BOD കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ പൊല്യൂട്ടഡ് ആണ്. ഓക്കെ, DO കുറവും BOD കൂടുതലും വരുമ്പോഴാണ് വാട്ടർ പൊല്യൂട്ടഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി കണ്ടാമിനേഷൻ ഡ്യൂ ടു പാത്തോജൻസ് എന്താണ്, വാട്ടർ നമ്മളിപ്പോ എഫക്ട് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻ വാട്ടർ ബോഡീസ് ആണ് പറയുന്നത് അല്ലെ. അപ്പൊ DOന്റെ ടേംസിലും BODയുടെ ടേംസിലും പറഞ്ഞു. ഇനി എന്താ, പാത്തോജൻസ് കാരണം വാട്ടർ കണ്ടാമിനേറ്റ് ആവും അല്ലെ. അതെന്താണ്, ഈ സീവേജ് വേസ്റ്റിലൊക്കെ ഉള്ള എന്താ കോളൈ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എസ്തെരീഷ്യ കോളൈ ഒക്കെ പോലുള്ള ബാക്ടീരിയ, അതൊക്കെ ശരിക്കും ഈ സീവേജ് വേസ്റ്റിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ വാട്ടർ ബോഡി ഒക്കെ എന്താ, പാത്തോജൻസ് ഉണ്ടാവും അല്ലെ. പാത്തോജൻസ് ലൈക്ക് വൈറസസും ബാക്ടീരിയയും വേംസ് ഒക്കെ പോലെയുള്ള പാത്തോജൻസും എന്താണ് ഈ വാട്ടർ ബോഡീസിൽ കാണപ്പെടും. ഇനി എഫക്റ്റ് ഓൺ അക്വാട്ടിക് ഓർഗാനിസം. അക്വാട്ടിക് ഓർഗാനിസത്തിൽ എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷന്റെ എഫക്റ്റ് വരുന്നത്. ഓക്കെ, ടോക്സിക് വാട്ടർ പൊല്യൂട്ടൻസ് സച്ച് ആസ് മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് കെമിക്കൽസ് അഫക്റ്റ് അക്വാട്ടിക് സ്പീഷീസ് ഡയറക്ട്ലി. എന്താണ്, ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് വന്നു കഴിഞ്ഞാൽ അത് അക്വാട്ടിക് സ്പീഷീസിനെ എഫക്ട് ചെയ്യും. പക്ഷെ നോൺ ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണെങ്കിലോ, നോൺ ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗാനിക് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഈ ഓർഗാനിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് വന്നു കഴിഞ്ഞാൽ എന്താ, അത് ഡയറക്ട്ലി എഫക്ട് ചെയ്യില്ല. പക്ഷെ എന്താ, ഓർഗാനിക് പൊല്യൂട്ടന്റ് വരുമ്പോൾ ആ വാട്ടർ ബോഡീസിലെ ഡികമ്പോസേഴ്സ് ആ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ഡീഗ്രേഡ് ചെയ്യും. അപ്പൊ എന്താണ്, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ യൂസ് ചെയ്യും. അപ്പൊ എന്താണ്, DO കുറയും. ഓക്കെ, അങ്ങനെ DO കുറയുമ്പോൾ എന്താണ്, ഡിസോൾഡ് ഓക്സിജൻ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അക്വാട്ടിക് അനിമൽസിനെ അത് എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഇൻഡയറക്ട്ലി ആണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്, ദ സെൻസിറ്റീവ് സ്പീഷീസ് സച്ചാസ്, ഇതൊക്കെ ഓരോ അക്വാട്ടിക് അനിമൽസിന്റെ പേരാണ് കേട്ടോ. അതൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്, അതായത് ഡിസോൾഡ് ഓക്സിജൻ എമൗണ്ട് കുറെ ആവശ്യമുള്ളതാണ്. അപ്പൊ ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ആവും. അങ്ങനത്തെ അക്വാട്ടിക് അനിമൽസ് ഒക്കെ പെട്ടെന്ന് എലിമിനേറ്റ് ആവും. ഓക്കെ, വീണ്ടും ഫർദർ ഡിക്രീസ് ഇൻ DO വന്നു കഴിഞ്ഞാൽ ലീച്ചസ്, കാറ്റ് ഫിഷ് ഒക്കെ പോലുള്ള അക്വാട്ടിക് സ്പീഷീസ് അതും എന്താണ്, ഡിസ്ട്രോയ് ആവും. ഓക്കെ, പിന്നെ കുറച്ച് റെസിസ്റ്റൻറ്റ് സ്പീഷീസ്, അതായത് കുറച്ചും കൂടെ റെസിസ്റ്റൻസ് ഉള്ള സ്പീഷീസ് ആയിട്ടുള്ള ഈൽ ആൻഡ് ഹാർഡി വേംസ് ഒക്കെയാണ് സർവൈവ് ചെയ്യുള്ളൂ DO കുറയുമ്പോൾ. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞു വന്നത്, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും നോൺ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും വരും അല്ലെ. അതിൽ ടോക്സിക് കെമിക്കൽസ് വരുമ്പോൾ നമുക്കറിയാം ടോക്സിക് ആണ്, ഡയറക്ട്ലി അത് അക്വാട്ടിക് ആയിട്ടുള്ള സ്പീഷീസിനെ എഫക്ട് ചെയ്തിട്ട് ദേ ആർ ഗെറ്റിംഗ് കിൽഡ് അല്ലെ. പക്ഷെ നോൺ ടോക്സിക് വന്നാലോ, നോൺ ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ, അത് കാരണം ഡയറക്ട്ലി എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നോൺ ടോക്സിക് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ വരുമ്പോൾ എന്തുണ്ടാവും, ഈ മൈക്രോ ഓർഗാനിസംസ് ഡിസോൾഡ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ആ ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് കുറയും. അങ്ങനെ അത് ഇൻഡയറക്ട്ലി അക്വാട്ടിക് ആയിട്ടുള്ള അനിമൽസിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ അക്വാട്ടിക് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് കേട്ടിട്ടില്ല. അക്വാട്ടിക് ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റ് സ്പീഷീസ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഫൈറ്റോ പ്ലാങ്ക്ടൺസും അതിനൊക്കെ എഫക്ട് ചെയ്യും അല്ലെ. ആ വാട്ടർ ബോഡീന്റെ കണ്ടീഷൻസ് വേരി ചെയ്യാണ്. ഇതുപോലെ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എലമെന്റ്സും കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ ഡിസ്ട്രോയ് ആവുകയാണ്. അങ്ങനെ അക്വാട്ടിക് ഫ്ലോറയിനൊക്കെ അത് എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ്. ഓക്കെ, അത് ജസ്റ്റ് രണ്ട് ടേംസ് ആണ്. പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ്. എന്താണ് പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ്? ദ ഡിസ്ചാർജ് ഓഫ് എഫ്ലുവൻസ് ഇൻ റിസീവിംഗ് വാട്ടർ ബോഡി അറ്റ് എ സ്പെസിഫിക് സൈറ്റ് ആർ റെഫർഡ് ടു ആസ് പോയിന്റ് സോഴ്സ്. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കാണ് ഈ എന്താണ് എഫ്ലുവൻസ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഒരു വാട്ടർ ബോഡിയിലേക്ക്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വേസ്റ്റ് വാട്ടർ ഒരു എന്താണ് നമ്മളൊരു പൈപ്പൊക്കെ ഇട്ടിട്ട് ഡയറക്റ്റ് അതിനടുത്തുള്ള റിവറിലേക്ക് അങ്ങ് ഡിസ്ചാർജ് ചെയ്യും. അപ്പം എന്താ, ആ പൈപ്പ് വഴിയാണ് പോകുന്നത്. ആ പൈപ്പ് വഴി അത് ആ റിവറിന്റെ എവിടെയാണോ ഡിസ്ചാർജ് ആവുന്നത് ആ ഒരു ഒറ്റ പോയിന്റിലല്ലേ അത് ഡിസ്ചാർജ് ആവുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പോയിന്റ് സോഴ്സ് എന്ന് പറയും. ഓക്കെ, പക്ഷേ the inflow of pollutants in a different manner over a large area, അതായത് ഒരു ലാർജ് ഏരിയയ്ക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് അതിന്റെ ഡിസ്ചാർജ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്തായിരിക്കും? സർഫസ് റൺ ഓഫ് ഒക്കെ. ഈ മഴ പെയ്തിട്ട് സർഫസ് റൺ ഓഫ് നടന്നിട്ട് റിവറിലേക്ക് വെള്ളം എത്തുമ്പോൾ എന്താ, അതൊരു ഒറ്റ പോയിന്റിലേക്കല്ല എത്തുന്നത്, അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതാണ് എന്ത്, നോൺ പോയിന്റ് സോഴ്സ്. ഓക്കെ, ഇനി പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ, കാരണം ഒരൊറ്റ പോയിന്റിലാണ് അത് ഡിസ്ചാർജ് നടക്കുന്നത്. സോ ജനറലി പോയിന്റ് സോഴ്സ് ബ്രിങ് ഇൻ എ വെരി ലാർജ് വോളിയം ഓഫ് എഫ്ലുവൻറ്റ് അറ്റ് വൺ പോയിന്റ് ഇൻ ദ റിവർ സച്ച് ആസ് ഡിസ്ചാർജ് ഫ്രം സീവേജ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, ഇൻഡസ്ട്രീസ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഡസ്ട്രീസ് നിന്നും തെർമൽ പവർ പ്ലാന്റിൽ നിന്നും ഒക്കെയുള്ള ഡിസ്ചാർജ് അതൊരൊറ്റ പോയിന്റിലായിരിക്കും. ഓക്കെ, ആ ഡിസ്ചാർജ് ഫ്രം പോയിന്റ് സോഴ്സ് ആർ റിലേറ്റീവ്ലി മോർ അമിനബിൾ ആൻഡ് ടു ചെക്ക് ആൻഡ് കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാനും അതിന് തടയാനും ഒക്കെ എളുപ്പമാണ്, കാരണം ഒരു ഒറ്റ പോയിന്റ് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു ഏരിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലേ. പക്ഷേ ഒരു നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സർഫസ് റൺ ഓഫ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താ, അത് നമുക്ക് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ആണ്, ബിക്കോസ് സിഗ്നിഫിക്കന്റ് പൊല്യൂഷൻ ഒക്കെ ഡ്യൂറിങ് റെയിൻ, സ്റ്റോം ഓർ വെൻ സ്നോ മെൽറ്റ്. എന്താണ് കൂടുതലും അത് നടക്കുന്ന എപ്പോഴാണ്, റെയിൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സ്നോ മെൽറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ആ നോൺ പോയിന്റ് സോഴ്സിലുള്ള പൊല്യൂഷൻ നടക്കുന്നത് അല്ലേ. അപ്പൊ അത് നമുക്ക് എന്താ കൺട്രോൾ ചെയ്യാൻ എന്താണ് ഡിഫിക്കൽട്ട് ആണ് അല്ലേ. എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്തിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? സോ വാട്ടർ പൊല്യൂഷൻ ഡിറ്റോറിയേറ്റ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ്, സ്വിമ്മിങ്, റിക്രിയേഷൻ ആൻഡ് ഇറിഗേഷൻ. നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡ്രിങ്കിങ്ങിന്, ബാത്തിങ്ങിന്, സ്വിമ്മിങ്ങിന്, റിക്രിയേഷൻ, ഇറിഗേഷനൊക്കെ. സോ അതിനൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ ക്വാളിറ്റി റെഡ്യൂസ്ഡ് ആവും വാട്ടർ പൊല്യൂഷൻ വരുമ്പോൾ അല്ലേ. വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത് സീവേജ് ഹാസ് ഫൗൾ സ്മെൽ ഉണ്ടാവും ആൻഡ് ക്രിയേറ്റ് അൺഹൈജീനിക് കണ്ടീഷൻസ്. ഹെൽത്തി അല്ലാത്ത കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക ഇൻ സറൗണ്ടിങ് ആൻഡ് എഫക്ട് അവർ ഹെൽത്ത്. അത് നമ്മളെ എഫക്ട് ചെയ്യും അല്ലേ. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂട്ടഡ് വിത്ത് സീവേജ് ഇസ് എ സോഴ്സ് ഓഫ് വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, വേംസിന്റെ ഒക്കെ പാത്തോജൻസിന്റെ ഒരു സോഴ്സ് തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനത്തെ വാട്ടർ ഡ്രിങ്ക് ചെയ്യുമ്പോൾ എന്താ, ഇറ്റ് വിൽ എഫക്ട് അവർ ഹെൽത്ത്. ഇനി എന്തൊക്കെ ഡിസീസസ് ആണ് നമുക്ക് ഉണ്ടാവുക? ഇൻഫെക്ഷ്യസ് ഡിസീസസ് ലൈക്ക് കോളറ, ഡിസെൻട്രി, ടൈഫോയിഡ്, ജോണ്ടിസ് ആൻഡ് വേം ഇൻഫെക്ഷൻ പോലുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടാവും. ആർ സ്റ്റിൽ ദ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെ. ഇതുപോലെ വാട്ടർ പൊല്യൂഷൻ, വാട്ടർ വഴി പകരുന്ന രോഗങ്ങളാണ് ഈ കോളറ, ഡിസെൻട്രി, ടൈഫോയിഡ്, ജോണ്ടിസ്, വേം ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ. സോ അങ്ങനത്തെ ഡിസീസസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അത് അങ്ങനെയാണ് എന്ത് ഹ്യൂമൻ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ എഫക്ട്സ് പറഞ്ഞല്ലോ, അത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തതാണ്. ഓക്കെ, എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ സമ്മറി, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യാം, അപ്പൊ ഇതൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ എഫക്റ്റ് ഓൺ വാട്ടർ ബോഡീസിൽ എന്താണ് എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലൂറിൻ കണ്ടാമിനേഷൻ കാരണം ഫ്ലൂറോസിസ് ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മീനാമാത ഡിസീസ് അത് നമ്മൾ പറഞ്ഞു. ബ്ലൂ ബേബി സിൻഡ്രം എന്താണ്, മെർക്കുറിന്റെ പോയിസണിങ് കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അതുപോലെ ഹോട്ട് വാട്ടർ പൊല്യൂഷൻ സംഭവിച്ചാൽ എന്താ, തെർമൽ പൊല്യൂഷൻ. ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, വേസ്റ്റ് ഹീറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വരുമ്പോൾ എന്താണ്, ഓക്സിജന്റെ എമൗണ്ട് കുറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്തെന്നുള്ളൂ. അപ്പൊ ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് വാട്ടർ പൊല്യൂഷന്റെ എന്താ പറഞ്ഞത്, വാട്ടർ പൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു, അതിന്റെ സോഴ്സസും അതിന്റെ എഫക്ട്സും ആണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ കൺട്രോൾ മെഷേഴ്സ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.